2 വർഷത്തിനുള്ളിൽ ഒരേ നഗരത്തിൽ നിന്നും 28 കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി അപ്രത്യക്ഷമാകുന്നു. പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ നദികളിലും കാടുകളിലും നിന്നാണ് പോലീസ് കണ്ടെടുത്തത്. ഒടുവിൽ FBI വന്ന് കൊലയാളിയെ പിടികൂടിയെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇന്നും ആ മരിച്ച കുട്ടികളുടെ അച്ഛനമ്മമാർ പറയുന്നത് യഥാർത്ഥ പ്രതി പുറത്തുണ്ടെന്നാണ്. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. 1979 മുതൽ 1981 വരെയുള്ള കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ ജോർജിയയിലുള്ള അറ്റ്ലാന്റ നഗരത്തിൽ നടക്കിയ ഈ സംഭവങ്ങൾ നടക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും 7-നും 17-നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട ആഫ്രോ അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരായ ആൺകുട്ടികളായിരുന്നു. സ്കൂളിൽ പോയവരും വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നവരുമായ കുട്ടികളെ പെട്ടെന്ന് കാണാതാകും. ദിവസങ്ങൾക്കകം അവരുടെ ശ്വാസം മുട്ടിച്ച് മരിച്ച നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ പണ്ട് കുട്ടികളെ പിടിക്കുന്ന കുട്ടിച്ചാത്തൻ വരുന്നു എന്ന് കേട്ട് അമ്മമാർ ഭയന്നതുപോലെ അവിടുത്തെ മാതാപിതാക്കൾ കുട്ടികളെ വീടിന് പുറത്തിറക്കാൻ പോലും ഭയന്നു. പ്രതിയെ പിടിക്കാൻ പോലീസിനോ FBI-ക്കോ ഒരു തെളിവും കിട്ടിയില്ല. ഒടുവിൽ കൊലയാളി മൃതദേഹങ്ങൾ നദിയിലേക്ക് തള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് നഗരത്തെ പ്രധാന പാലങ്ങളിൽ അർദ്ധരാത്രിയിൽ രഹസ്യമായ കാവൽ നിന്നു. 1981 മെയ് 22-ന് പുലർച്ചെ ഒരു പാലത്തിന് മുകളിൽ കാവൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നദിയിലേക്ക് കനത്ത എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേട്ടു. തൊട്ടപ്പുറത്ത് ഒരു കാർ പതിയെ ഓടിച്ചു പോകുന്നതും കണ്ടു. പോലീസ് ആ വണ്ടി തടഞ്ഞു നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്തു. വെയിൻ വില്യംസ് എന്ന 23 വയസ്സുകാരനായ ഒരു ഫ്രീലാൻസ് മ്യൂസിക് പ്രൊഡ്യൂസർ ആയിരുന്നു അത്. വെയിൻ വില്യംസിനെ അന്ന് പോലീസ് വിട്ടതാണെങ്കിലും 2 ദിവസത്തിന് ശേഷം ആ നദിയിൽ നിന്നും ഒരു യുവാവിന്റെ മൃതദേഹം പൊങ്ങി വന്നു. ഉടൻ തന്നെ പോലീസ് വെയിൻ വില്യംസിന്റെ വീടും കാറും പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ കാറിലെ കാർപ്പറ്റിൽ നിന്ന് കിട്ടിയ അപൂർവമായ ചില നാരുകളും നായയുടെ രോമങ്ങളും കൊല്ലപ്പെട്ട ചില കുട്ടികളുടെ ശരീരത്തിൽ കണ്ടെത്തിയ തെളിവുകളുമായി ഒത്തുപോയി. 1982-ൽ കോടതി അദ്ദേഹത്തെ 2 മുതിർന്ന ആളുകളെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. വെയിൻ വില്യംസ് തന്നെയാണ് ആ 28 കുട്ടികളെയും കൊന്നതെന്ന് പ്രഖ്യാപിച്ച് പോലീസ് ആ കേസ് അങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്നാൽ ഇനിയാണ് കേസിലെ ഏറ്റവും ഭീകരമായ ട്വിസ്റ്റ്. വെയിൻ വില്യംസിനെ ആ കുട്ടികളുടെ കൊലപാതകത്തിന്റെ പേരിൽ കോടതി ഇന്ന് വരെ ശിക്ഷിച്ചിട്ടില്ല. സാഹചര്യ തെളിവുകൾ വെച്ച് പോലീസ് ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. വെയിൻ വില്യംസ് ഇന്നും ജയിലിൽ കിടന്ന് പറയുന്നത് താൻ നിരപരാധിയാണെന്നാണ്. പല മനഃശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് ഒരൊറ്റ മനുഷ്യന് ഇത്രയും കുട്ടികളെ ആരും കാണാതെ തട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ്. അക്കാലത്ത് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരോട് കഠിന വംശീയ വിദ്വേഷം പുലർത്തിയിരുന്ന കൂ ക്ലക്സ് ക്ലാൻ എന്ന നിഗൂഢ സംഘടനയാണ് ഇതിന് പിന്നിലെന്നും വംശീയ കലാപം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് വെയിൻ വില്യംസിനെ മാത്രം പ്രതിയാക്കി കേസ് ഒതുക്കി തീർക്കുകയാണെന്നും ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു. ഈ സംശയങ്ങൾ ശക്തമായതിനെ തുടർന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷം അടുത്തതായി ആധുനിക DNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ അറ്റ്ലാന്റ പോലീസ് ഈ കേസ് ഒഫീഷ്യലി വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പാവം കുട്ടികൾക്ക് കൃത്യമായ നീതി കിട്ടിയില്ല എന്ന യാഥാർത്ഥ്യം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഈ കേസിന് പിന്നിൽ ആ കൊലയാളി മാത്രമാണോ അതോ വലിയൊരു സംഘടനയുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.